ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ റോസ്റ്റാണ്. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ആശാനെ ഒന്ന് മാറ്റി ഒന്ന് ഒതുക്കിയിരുത്തിയിട്ട് വേണം ബാക്കി തുടങ്ങാൻ. അപ്പം കണ്ടു നോക്കും. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത്. നമ്മുടെ മീനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി നോക്കാം. അതിനകത്ത് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഉണ്ടെങ്കിൽ അതും ഇടാം. ഇതെല്ലാം കൂടെ വെച്ചാണ് നമ്മളൊരു വെജിറ്റബിൾ റോസ്റ്റ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ടി വി കാണാവോ? ടി വി കാണാവോ? അമ്മച്ചി ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കട്ടെ. ഒരുമ ഒരുമ പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു സവാള എടുത്തിട്ടുണ്ട്. വലിയൊരു സവാളയാണ് എടുത്തേക്കുന്നത്. അത് നീളത്തിലോ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അരിയാം. ഒരു തക്കാളിയും കൂടെ ഉണ്ട്. നന്നായി പഴുത്തൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞേക്കുന്നത്. ഇതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് തോന്നുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മസാലകൾ: ഗരം മസാല എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടില്ല. ഇത് മൂന്നേ എടുത്തിട്ടുള്ളൂ. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ നമ്മൾ കിഴങ്ങും ക്യാരറ്റും വേവിച്ച അതേ എണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. അതേ എണ്ണയിൽ തന്നെ നമുക്ക് സവാളയും തക്കാളിയും കൂടെ വഴറ്റിയെടുക്കാം. നേരത്തെ ചേർത്ത് അതേ മസാലക്കൂട്ടുകൾ തന്നെ ഇതിലും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണമായിരുന്നു. ഞാൻ അത് ലേറ്റായിട്ട് മറന്നുപോയി. വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വാടിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അത് വേണോ മോന്? വേണോ? ബാ. ഇതിനിങ്ങനെ പറക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടം. ബാ. തിന്നേ. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം ഒരു 5 മിനിറ്റ്. നല്ല സൂപ്പർ ഡിഷാണ്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചോറിനോട് ഇത് മാത്രം കൂട്ടി നമുക്ക് കഴിക്കാം. വീഡിയോയിൽ കുറേ പോരായ്മകളുണ്ട്, കുഞ്ഞിൻ്റെ സൗണ്ടും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക.